അല്ല നമുക്ക് ഉത്തരം ചോദ്യം ചോദിക്കുമ്പോൾ അത് ഇടപെട്ട് പോകണം നല്ലത്, അല്ലെങ്കിൽ ഇത് തീരില്ല. അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഇത് പർപ്പസ് ഡ്രിവൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു അതെ പർപ്പസ് പ്രോംപ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം നമ്മൾ എടുക്കുന്നു, അതായത് വിച്ച് ഇസ് ദ റിലീജിയസ് ഐഡിയോളജി ദാറ്റ് ഹാസ് കമ്മിറ്റഡ് വയലൻസ് ദ മോസ്റ്റ് അൺടിൽ 2025? ഇതിലെന്താ പർപ്പസ്? ഇതിലെ പർപ്പസ് ഏത് ഐഡിയോളജിയാണ് അല്ലെങ്കിൽ ഏത് റിലീജിയനാണ് ഏറ്റവും വയലൻസ് കണ്ടുപിടിച്ചു അറിയാൻ വേണ്ടി. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ ആ പർപ്പസിൽ? ഒരു തെറ്റുമില്ല. പക്ഷേ ഈ പർപ്പസ് ഇനി അടുത്ത ചോദ്യം അല്ലല്ല നമുക്ക് പർപ്പസ് അങ്ങനെ കാടടിച്ച് വെടിവെച്ച് പോകാൻ പറ്റില്ല. കാടടിച്ച് വെടിവെക്കാൻ പറ്റില്ല രാഹുൽ, അത് പറ്റില്ല. സാധാരണ രാഹുൽ ചെയ്യുന്ന ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇത് നമ്മൾ പറഞ്ഞിട്ട് പോവാം, ഇത് പറഞ്ഞ് തീർത്തിട്ട് പോവാം. ഓക്കെ, ഇത് പറയൂ, ഇതിലെ പർപ്പസ് പറയും. ഫോക്കസ് ഓൺ വാർസ്, internal conflicts, terrorism and religiously motivated sectarian violence, genocide and displacement. Hope this source too is counted. The report found a poll study on Islamist terrorist attacks. Now give a breakdown of religions and a ranking, include all major religions and ideologies, ellam include cheyanam, and give marks in 10. Consider the fact that Islamist violence is still ongoing with no signs of abatement, while all others are mostly stopped or ended by force or natural reason. ഇതിലെ പർപ്പസ് എന്താന്ന് പറയും? ഇതിലെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫോണ്ടോപോൾ ഗ്ലോബൽ ഡേറ്റാബേസ് സ്റ്റഡി എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ കൂടി എടുക്കണം കേട്ടോ. അതൊരു ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ഇതിനകത്ത് ഒമിറ്റഡ് ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യണം. അതൊരു എന്തിനാ അത് നമ്മൾ പറയണേ? നമുക്ക് പറയാം അതിന് അങ്ങനെയൊന്നുമില്ല. അത് രാഹുലിന്റെ വോക്ക് പരിപാടികൾ നടക്കില്ല. ഈ ഫോണ്ടോപോൾ സ്റ്റഡീസ് അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരിഫ് ഉദ്ദേശിച്ച ഉത്തരം അതിന് കിട്ടുള്ളൂ. ആരിഫ് ഉദ്ദേശിച്ച ഉത്തരം കിട്ടണമെങ്കിൽ ആരിഫ് ആ രീതിയിൽ ഇസ്ലാമിക് അല്ലെങ്കിൽ ടെററിസം അല്ലെങ്കിൽ ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര മതം അല്ലെങ്കിൽ ഭീകരമായി ചിന്തിക്കുന്ന ആൾക്കാർ എന്നുള്ളതിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള സ്റ്റഡീസ് ആരിഫ് ആദ്യം ChatGPT ഇട്ടുകൊടുക്കും. ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ഉത്തരം പറയാൻ. അപ്പൊ അതിൽ ഏതാണോ പ്രോമിനന്റ് ആയിട്ടുള്ള ഏതാണോ അതിന് ആൻസർ വരുന്നത് അതാണ് ChatGPT 1 മണിക്കൂർ ആരിഫിന്റെ കുത്തിക്കുഴപ്പിന് ശേഷം കൊടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ രാഹുൽ ചോദ്യം ചെയ്തത്. ഇതിടുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഹിന്ദു മതത്തിന് ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റഡീസ് ഉണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റഡി ഇട്ടിട്ട് എനിക്ക് ഈ സ്റ്റഡിയുടെ ആസ്പദമാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതമായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വയലൻസ്. ക്രിസ്ത്യാനിറ്റിനെ ഏറ്റവും മോശമാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ വയലൻസ് തരുന്ന ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ ആ സ്റ്റഡി എടുത്തിട്ട് വേണം എന്നോട് സംസാരിക്കുക, എനിക്ക് ആൻസർ തരാൻ. ChatGPT പറഞ്ഞാൽ ChatGPT ആ ആൻസർ തരും. അപ്പം ആരിഫിന് കിട്ടേണ്ട ഉത്തരം ഇതാണ്. ആരിഫ് അതിനുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എനിക്കൊരു ഗ്രാഫ് താ അല്ലെങ്കിൽ ഒരു റാങ്ക് താ എന്ന് പറഞ്ഞപ്പം ആരിഫിന് അത് കൊടുത്തു. രാഹുൽ ഇത് ചോദ്യം ചെയ്തു. അതോടുകൂടി നമ്മുടെ അപ്പിയുടെ അണ്ടകടാഹം പൊള്ളി. പിന്നെ അവിടെ അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തോട്ട്, ഇപ്പൊ നമ്മൾ ഏകദേശം 1 മണിക്കൂർ, ആ 2 മണിക്കൂർ നേരത്തോട്ട് നമ്മുടെ രാഹുലിനെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ അപ്പിയുടെ മൈക്കിന്റെ വോളിയം കൂട്ടി വെച്ചു, ആ രാഹുലിന്റെ മൈക്കിന്റെ വോളിയം കുറച്ച് വെച്ചു. പിന്നെ അവിടെ നിന്നിട്ട് അപ്പിയുടെ പ്രസംഗം മാത്രമാണ് നമ്മൾ അതിന്റെ മൊത്തം A to Z കാണിച്ചത്. ഇടയിൽ നമ്മുടെ രാഹുൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പി ഞാൻ സമ്മതിക്കൂല, ഫയൽവാൻ 3 മുമ്പാണ് അല്ലെങ്കിൽ ഫയൽവാനും ജയിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ കറക്റ്റ്, ഈ പറഞ്ഞ കറക്റ്റ് അല്ല, ഞാൻ ഇങ്ങനെ പറയണത്, ഞാനത് നോക്കുന്നില്ല. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? അതില്ല, ഞാൻ പറയുന്നില്ല ഇത് ആക്ച്വൽ ആണെന്നോ അതല്ലെങ്കിൽ ഇത് അക്കാഡമിക് ആണ് ഞാൻ പറയുന്നില്ല.